ചെയ്യാം. മനസ്സിലായോ? നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന രീതിയല്ലേ? അതിൽ വല്ലൊരു മാറ്റമല്ല. പുറകിലൂടെ വരണം, ഓഫ് ചെയ്യണം. രണ്ടാമത്തെ രീതി കത്തിക്കൊണ്ടിരിക്കണേ. ഈ നോവ് ഇതിക്കൂടെ പൊട്ടിപ്പോയിട്ടുണ്ട്. എന്ത് ചെയ്യും നമ്മള്? എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഓഫ് ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? വല്ല മാർഗമുണ്ടോ? എന്ത് പുറകോട്ട് വിടുക അല്ല? വീട് കത്തിക്കോട്ടെ, ആ പ്രശ്നമില്ല. നമ്മളെ തടി സലാമത്താക്കുക. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, നേരെ ബാക്കിലൂടെ തന്നെ വരിക. കണ്ടോ? കത്തിച്ച് നോക്കിക്കോളെ. ഈ അണഞ്ഞോ? മനസ്സിലായോ? ഒന്ന് മഴ കാണിച്ചാലോ? വേറെ ഒന്നുമില്ല, ശ്രദ്ധിക്കണം എന്നുള്ളൂ. നമ്മൾ ടെൻഷൻ അടിക്കാതെ നേരെ ചെല്ലുക, പുറകിലൂടെ ചെന്നിട്ട് ഇത്രേ ഉള്ളൂ. ഒന്ന് നോക്കണം, ചെയ്ത് നോക്കണം. ഇല്ല, നോക്കണം. എന്നോളേ, അത് അവിടെ തീയില്ല. നീ പൊള്ളിയോ? കൈ പൊള്ളിയോ? ഇല്ല. അങ്ങനെ രണ്ട് രീതികൾ മനസ്സിലായോ? മൂന്നാമത്തെ രീതി ചാക്കോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് അടിച്ചു കെടുത്താൻ കഴിയും തീനെ. മനസ്സിലായോ? നൂലിന്റെ ചാക്കില്ലേ, ചാക്ക് ഉപയോഗിച്ച് അടിച്ചു കെടുത്താൻ കഴിയും. നാലാമത്തെ രീതി പെയിന്റിന്റെ ബക്കറ്റ് ഉണ്ടാവും നമ്മളെ വീടുകളിൽ. പെയിന്റ് ബക്കറ്റ് കമത്തിക്കൊണ്ട് തീ നിയന്ത്രിക്കാൻ കഴിയും. അഞ്ചാമത്തെ രീതി നമ്മുടെ വീടുകളിലൊക്കെ ബ്ലാങ്കറ്റ് ഉണ്ടാവും. ബ്ലാങ്കറ്റ് ഇല്ലാത്ത വീടുകളുണ്ടോ? ഇല്ല. ആരുടെ വീട്ടിലും ബ്ലാങ്കറ്റ് ഉണ്ടാവും. ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് കെടുത്താൻ കഴിയും. ബ്ലാങ്കറ്റ് ഇങ്ങനെയുള്ള ബ്ലാങ്കറ്റ് എടുക്കാം. ദ്വാരങ്ങളൊന്നും പാടില്ലട്ടോ. ഒന്നുമില്ലാത്ത ബ്ലാങ്കറ്റ് എടുക്കുക, നനയ്ക്കുക. നനഞ്ഞിട്ടുണ്ട് ഉറപ്പ് വരുത്തണം. ഓക്കെ, എന്നിട്ട് ഞാൻ മടക്കിയാൽ എടുത്താൻ കഴിയും. 4 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മളെ സിലിണ്ടറിന് തീ അണഞ്ഞിരിക്കും. അതിനുശേഷം 2 പേർ ചേർന്ന് പുറത്ത് കൊണ്ട് വെച്ചാൽ ഗ്യാസ് ലീക്ക് ആയിക്കോട്ടെ, പ്രശ്നമില്ല, തീ ഉണ്ടാവില്ല. അപകടം ഒഴിവാകുമോ? ഒഴിവാക്കും. ഓക്കെ.